വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോകാനിരിക്കുന്ന കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ എടുക്കേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ട് തന്നെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ടോയ്ലറ്ററീസ് ആണ് കേട്ടോ. നമുക്കറിയാം ടോയ്ലറ്ററീസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മുടെ സോപ്പ്, ഷാമ്പു, അതുപോലെ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതൊക്കെയാണ് ടവല് എല്ലാമാണ് നമ്മുടെ ടോയ്ലറ്ററീസിൽ വരുന്നത്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ എസെൻഷ്യലായിട്ട് കീപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെഡിസിൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മെഡിസിൻസ് എന്നും കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ക്യാരി ചെയ്യുക. അപ്പോൾ അതിനൊരു സ്റ്റോറേജ് ബോക്സ് കൂടി നമ്മൾ കരുതുക കേട്ടോ. കാരണം നമ്മൾ അവിടെ നമുക്ക് ഓർഗനൈസ് ചെയ്യാനൊന്നും നമുക്ക് അധികം സ്പേസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മളൊരു ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് മാറിപ്പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളതല്ലാതെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് തലവേദനയുടെ ഗുളികയോ അതൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊന്നും അധികം കഴിക്കാൻ പാടില്ല, അതാണ് ശരിക്കുള്ള കാര്യം. എന്നാലും നിങ്ങളത് അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കുറച്ച് ആവശ്യമായിട്ട് വരും. പിന്നെ ബാം, അതുപോലെ തന്നെ ഈ ബാം എന്ന് പറയുമ്പോൾ നമ്മൾ വിക്സ് ഒക്കെ വരില്ലേ, അതൊക്കെ നമ്മൾ മാക്സിമം അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇൻടേക്ക് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ അധികം നമ്മൾ അങ്ങനത്തെ ഇതൊന്നും, നമ്മൾ പെയിൻസിനൊക്കെ ഉള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. പീരിയഡ് ക്രാംസിനൊക്കെ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ നമ്മുടെ പനിയുടെ ഗുളിക, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാരി ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് അവിടെ വേണ്ടി വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ സാൻഡൽസ്. നമുക്ക് ഈ വീട്ടിൽ കൂടെയൊക്കെ ഇടുന്ന ചെരുപ്പുകളുണ്ടല്ലോ, അത് നമ്മൾ ഒരെണ്ണം കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ റൂമിൻ്റെ അകത്ത് ഇടുന്ന കുട്ടികളെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ കൂടി എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് വരാന്തയിലും അല്ലെങ്കിൽ മെസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ചെരുപ്പ് ആവശ്യമായിട്ട് വരും. നമ്മൾ വേറെ പുറത്ത് പോകുന്ന ചെരുപ്പ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സാൻഡൽസ് കരുതാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കരുതേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ബെഡിങ്സ്. നമുക്കറിയാം നമ്മുടെ ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അതുപോലെ തന്നെ ഒരു പുതപ്പ്, നമ്മൾ അത്രയും കാര്യങ്ങൾ എടുക്കാം കേട്ടോ. അപ്പം ഒരു എക്സ്ട്രാ ആയിട്ടും നമുക്ക് എടുക്കാം കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഇത് വാഷ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തന്നെ കഴുകിയിടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ 2 എക്സ്ട്രാ ആയിട്ടൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ നോക്കുന്നത് യൂട്ടൻസിൽസ്. നമുക്കറിയാം ഈ എന്തെങ്കിലും നമ്മൾ അവിടെ ഇട്ട് വയ്ക്കാനൊക്കെയായിട്ട് നമ്മൾ ബോക്സുകളൊക്കെ കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കപ്പ്, അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് ബോട്ടിൽസ്. നമുക്ക് അത്യാവശ്യം നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ, ഇപ്പോൾ മെസ്സൊക്കെ താഴേക്കാണെങ്കിൽ നമുക്ക് മുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ക്ഷീണിക്കും, നമുക്ക് എപ്പോഴും വെള്ളം എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബോട്ടിൽസ് കരുതുക കേട്ടോ. കുറച്ചധികം ബോട്ടിൽസ് കരുതുക. അല്ലെങ്കിൽ ഒരു വലിയ ബോട്ടിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ എടുത്ത് വെക്കാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ. അതുകൊണ്ട് അത് വേണം. പിന്നെ നമുക്കറിയാം നമ്മൾ പാത്രം, അതുപോലെ തന്നെ കപ്പ്, ഇത് രണ്ടും നമുക്ക് വേണ്ടതാണ്. ഇപ്പോൾ സ്റ്റീലിൻ്റെ ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഫൈബറും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് പോലുള്ള പാത്രങ്ങൾ, അതുപോലെ തന്നെ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം അതൊക്കെ നമ്മളൊരു കോമൺ ഏരിയയിലായിരിക്കും സൂക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് അത് പൊട്ടിപ്പോകാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്റ്റീൽ ഉപയോഗിക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ആ ഒരു ഫുൾ ഇയർ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾ സ്നാക്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് കപ്പുകളോ പോലുള്ള ടിന്നുകളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് സ്പൂണും അതുപോലെ തന്നെ നമ്മുടെ കത്തി, അതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീടാണെങ്കിലും കൊണ്ടുപോയാൽ മതി. അപ്പോൾ അത് അത്ര അത്യാവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ നമ്മൾ പറയുന്നതാണ് ഫുഡ്. നമുക്കറിയാം സ്നാക്സൊക്കെ നമ്മൾ അത്യാവശ്യം കഴിക്കുന്നത് ഹോസ്റ്റലിലൊക്കെ പോകുമ്പോഴാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ നട്ട്സൊക്കെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷെ അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെറിയ സ്നാക്കൊക്കെ എടുത്തു വെക്കുക. അപ്പോൾ നമ്മൾ ഈ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒരുപാട് ക്ഷീണിക്കുക. അപ്പം നമുക്ക് ചെറിയ സ്നാക്കൊക്കെ ആയിരിക്കും മെസ്സിൽ നിന്നൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ ഗേൾസിനാണെങ്കിൽ പാഡൊക്കെ വെക്കാനൊക്കെ ആയിട്ട് സ്റ്റോറേജ് ബോക്സൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പോൾ പാഡൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കേട്ടോ. കാരണം അതാകുമ്പോൾ അതവിടെ ഇങ്ങനെ ഇരുന്നോളൂല്ലോ.
പാക്കറ്റ് അങ്ങനെ അവിടെ നമുക്ക് സൂക്ഷിക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ഡ്രസ്സുകളൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കാം കേട്ടോ. കാരണം നമുക്കറിയാം ഹോസ്റ്റലിലാണ്, അപ്പം അങ്ങനെ കഴുകി നമുക്ക് എപ്പോഴും കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കുക. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനോ അങ്ങനെ, കാരണം മഴക്കാലമൊക്കെ വരുമ്പോൾ ഭയങ്കര പാടാണ്, എല്ലാവരും ഡ്രസ്സ് കൊണ്ടുപോയിട്ട് നമുക്ക് ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കുക കേട്ടോ. കാരണം കബോർഡൊക്കെ നമുക്ക് ഭയങ്കര കുറവായിരിക്കും, നമുക്ക് സ്പേസ് കുറവായിട്ടുള്ള കബോർഡുകളൊക്കെ ആയിരിക്കും ഹോസ്റ്റലിൽ, അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാളിലൊക്കെ ഹുക്കുകൾ ഉണ്ടാവുമല്ലോ സ്റ്റിക്ക് ചെയ്യുന്നത്, അത് നിങ്ങൾ എടുക്കുക കേട്ടോ. കാരണം നമുക്ക് ഈ ID കാർഡൊക്കെ തൂക്കിയിടാനും അതുപോലെ നമ്മുടെ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ മിറർ കൊണ്ടുപോകാൻ മറക്കല്ല കേട്ടോ. നമ്മൾ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മിറർ കരുതി വെക്കുക കേട്ടോ. കാരണം അപ്പോൾ അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണെങ്കിൽ ഒരു വാൾ സ്റ്റിക്ക്. അപ്പോൾ ഇത് ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് അറിയാം, അതെന്തായാലും നമുക്ക് എസെൻഷ്യലായിട്ട് വരും, ഒരു റൂമിൽ എത്ര ഉണ്ടെങ്കിലും ഉണ്ടാകും അത്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലിപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ അഴയിലൊക്കെ തുണി ഇടുമ്പോൾ അവിടെ ക്ലിപ്പ് ചെയ്യുന്ന ആ ഒരു ക്ലിപ്പ് നമ്മൾ അത്യാവശ്യം കുറച്ച് നമുക്ക് വേണം. കാരണം നമ്മുടെ തുണിയൊക്കെ പറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ താഴെ വീഴാനും, കാരണം ഒരുപാട് കുട്ടികൾ വരുന്നതാണ്, അപ്പോൾ വലിക്കുമ്പോൾ അത് താഴെ വീഴാൻ ചാൻസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലിപ്പുകൾ അത്യാവശ്യമായിട്ട് വേണ്ടി വരും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ സോപ്പ് പൊടിയൊക്കെ കൂടുതലായിട്ടും നമുക്ക് യൂസ് ചെയ്യുന്നത് ഈ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോഴാണ്. കാരണം നമുക്ക് അത്രയും പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ ആക്കി എടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സോപ്പിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സോപ്പ് പൊടിയൊക്കെ ആയിരിക്കും. സോപ്പ് ഇടുക, അതുപോലെ തന്നെ സോപ്പ് പൊടി നമ്മൾ കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ ടവലൊക്കെ ഒരു 2-3 എണ്ണമൊക്കെ കരുതുക, കാരണം അതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ നമുക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്ക്, നമുക്ക് വാതിലൊക്കെ ലോക്ക് ചെയ്യാം. നമ്മുടെ റൂം നമുക്ക് ലോക്ക് അവരൊന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ലോക്ക് ചെയ്ത് നമ്മുടെ തന്നെ പേഴ്സണൽ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. കാരണം കുറേ കളവ് പോകാൻ ചാൻസ് ഉള്ളതാണ് ഹോസ്റ്റൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് സൂട്ട് കേസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെറിയ ലോക്ക് വെച്ച് ലോക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ റൂം ചിലപ്പോൾ ലോക്ക് ചെയ്യാനായിട്ട് വാർഡൻസ് സമ്മതിക്കില്ല. കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഇൻസ്പെക്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് റൂമൊക്കെ അത്യാവശ്യം തുറന്നിട്ട് ഇടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ വിൽക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ലോക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ എസെൻഷ്യലായിട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോയാൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാകും. ബാക്കി നമുക്ക് ടേബിൾ, ചെയർ അതൊക്കെ നമുക്ക് അവിടെ തന്നെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഹോസ്റ്റലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ബക്കറ്റൊക്കെ നിങ്ങൾ 2-3 എണ്ണമൊക്കെ ഒരു 2-3 ഒക്കെ എടുക്കുക കേട്ടോ. ഒരെണ്ണത്തിനൊക്കെ കൂടുതൽ 2 എണ്ണമൊക്കെ നിങ്ങൾ കൊണ്ടുപോവുക. കാരണം നമുക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞ ഡ്രസ്സൊക്കെ നമുക്ക് വാഷ് ചെയ്യുന്ന ഇടാൻ വേണ്ടിയിട്ട് നമ്മളതിൽ കീപ്പ് ചെയ്യാൻ നല്ല. അപ്പോൾ ഒരെണ്ണം നമുക്ക് നമ്മൾ കുളിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ ഒരു തുണി നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ 1-2 ബക്കറ്റൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.